എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡിയോ റെപ്സോൾ എഡിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കേട്ടോ. നമുക്കിതിന് മുമ്പ് ഹോണ്ട CBR 250R ഒരു റെപ്സോൾ എഡിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡിയോയിൽ റെപ്സോൾ എഡിഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹോർണറ്റിലും വരുന്നുണ്ട് റെപ്സോൾ എഡിഷൻ. അതിപ്പോൾ വണ്ടി അവൈലബിൾ ആയിട്ടില്ല. വണ്ടി അവൈലബിൾ ആകുമ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഡിയോ ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അതുപോലെ ഇതിൽ മെയിനായിട്ട് വന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൽ റെഡ്, അതുപോലെ ബ്ലാക്ക്, വൈറ്റ്, ഓറഞ്ച് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഡിലക്സ് വേരിയൻറ്റിലും സ്റ്റാൻഡേർഡ് വേരിയൻറ്റിലും സ്റ്റീൽ വീലാണ് വന്നിട്ടിരുന്നത്. ഇതിലിപ്പോൾ റെപ്സോളിൻ്റെ തന്നെ ഒരു കളർ കോമ്പിനേഷനുള്ള ഒരു ഓറഞ്ച് ഫെയ്ഡുള്ള ഒരു അലോയ് വീലാണ് വന്നേക്കണേ. അതുപോലെ റെപ്സോളിൽ നിന്നുള്ള ബാഡ്ജിങ് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ. ബാക്കിയെല്ലാം ഡിലക്സ് വേരിയൻറ്റിലെ ഡിയോൻ്റെ സെയിം ഫീച്ചേഴ്സും എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റൈഡ് റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അവിടെ പോയി വീഡിയോ കാണാവുന്ന കേട്ടോ. അപ്പോൾ ഈ റെപ്സോൾ എഡിഷന് ഡിലക്സ് വേരിയൻറ്റിനേക്കാളും ഒരു ഏകദേശം 3000 രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. 3000 രൂപയോളം വില കൂടുതലാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.